Good evening, everyone. I am Jusha Suresh from Kozhikode. ഞാൻ RCA recognized psychologist ആണ്. At the same time, ഞാൻ 2 ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട് കോഴിക്കോട് തന്നെ. ഒരു വീഡിയോകോൺ D2Hന്റെ ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെൻസ്ട്രൽ കപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാമില് വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ടുള്ള 26th ബാച്ചിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത്. അതില് കോഴ്സ് കഴിയുന്നതോടൊപ്പം ട്രെയിനർ സ്റ്റോക്ക് എന്നൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതിലാണ് ഇന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ കോഴ്സിലേക്ക് വരാനുണ്ടായ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ എന്റെ കോഴ്സ് ഓഫീസിൽ ഏകദേശം എന്റെ വർക്കുകളൊക്കെ ഫ്രീ ആവുമ്പോൾ ഞാൻ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോ ഇതിലുള്ള അർച്ചന മാം എൻ്റെ ഒരു ബാച്ച്മേറ്റ് ആണ്. അപ്പൊ ഞാൻ അർച്ചന മാമിനെ വിളിച്ചിട്ട് ചോദിച്ചു, അർച്ചന മാം എന്തെങ്കിലും കോഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അർച്ചന മാം പറഞ്ഞു, ഉണ്ടല്ലോ, ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാനിങ്ങനെ ട്രെയിനേഴ്സിനെയൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടു, ട്രെയിനേഴ്സ് കൊടുക്കുന്നതും അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ കോഴ്സിലേക്ക് കയറുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ ഓൾറെഡി 2 ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം ഒരു 4-5 ട്രെയിനിങ് ഞാൻ ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ today's session is why children must learn robotics early. ഇന്നത്തെ ടെക്നോളജി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോബോട്ടിക് പഠനം എന്ന് വെച്ചാല് കുട്ടികൾ എപ്പോഴും ടെക്നോളജി യൂസേഴ്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ടെക്നോളജി ക്രിയേറ്റേഴ്സ് എന്ന ഒരു വിധത്തിലേക്ക് മക്കളെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാഹിദ മാം അതങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത് കുട്ടികളിലെ സ്കില്ല് എല്ലാ വിധത്തിലും ഇംപ്രൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റിവിറ്റി, ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ടീം വർക്ക് സ്കില്ല്, കോൺഫിഡൻസ്, പേഷ്യൻസ്, ഇത് ഒരു റോബോട്ടിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി പല പ്രാവശ്യം ചെയ്ത് ഫെയിലിയറായി അങ്ങനെ കുട്ടികൾ ഫെയിലിയറും എന്താന്ന് പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികൾ സ്കില്ലുകൾ മനസ്സിലാക്കുന്നു. നമ്മൾ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഓട്ടോമാറ്റിക്കലി അവരുടെ ബുദ്ധിയിലേക്ക് കയറുന്നു. ഇനി നമ്മൾക്ക് ഇന്നിവിടെ സെഷൻ എടുക്കുന്നത് ഈ സബ്ജക്റ്റിൽ വിദഗ്ധയും യങ് ആൻഡ് ബ്രില്യന്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് റോബോട്ടിക് ടീച്ചറുമായ നഹിദ മജീദ് മാഡമാണ്. അതിനായി ഞാൻ സാദരം മാഡത്തെയും മറ്റ് പാർട്ടിസിപ്പന്റ്സിനെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷിംഗ് യു ഗ്രേറ്റ് സെഷൻ. പ്ലീസ് മാം. Thank you, ma'am. Thank you, Jisha ma'am, for this wonderful intro. So, my name is Nehida. ഞാൻ 25th ബാച്ചിലെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ടോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടൊരു ട്രെയിനിയാണ്. സോ നമ്മുടെ 1 hour സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് ഫൈസൽ സർ ആൻഡ് അച്ന മാം. ഞാനിവിടെ വന്നിരുന്ന് ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദെം. അവരുടെ ഗൈഡൻസ്, അവരുടെ മോട്ടിവേഷൻ, അവർ തരുന്ന ആ ഒരു ക്ലാസ്സിൽ കിട്ടുന്ന ഓരോ ഇൻപുട്ടും എനിക്ക് ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് വിംബിൾ അക്കാഡമിയോടും താങ്ക് യു വെരി മച്ച്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ വിൽ ബി ടോക്കിംഗ് എ ലോട്ട് അബൌട്ട് ടെക്നോളജി ആൻഡ് റോബോട്ടിക്സ് ടുഡേ. ബിക്കോസ് നമ്മുടെ ടോപ്പിക് തന്നെ അതാണ്, ടു ബിൽഡ് ടുമോറോ. റോബോട്ടിക്സ് എങ്ങനെയാണ് കുട്ടികളെ യൂസ്ഫുൾ ആയിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളത്. സോ ബിഫോർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ, നമുക്ക് നമ്മുടെ ജനറേഷന്റെ ചൈൽഡ്ഹുഡിലേക്ക് ഒന്ന് പോവാം. നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പത്തിൽ നമ്മുടെ പാരൻസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നല്ല ജോലി ആയിരിക്കാം, അല്ലെ നല്ല മാർക്ക് കിട്ടണം. ആ ഒരു റൂട്ട് മാപ്പ് എല്ലാ ഫാമിലിയിലും ഡിഫറെന്റ് ആയിരിക്കും. സോ യു ക്യാൻ യൂസ് യുവർ ചാറ്റ് ബോക്സ്
to say how was your success formula of your family. ചിലർക്ക് ഗവൺമെന്റ് ജോലി ആയിരിക്കാം, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സക്സസ് ആയി എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരു തോട്ട്. സോ കെൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ്? ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ബിസിനസ്. താങ്ക് യു ഹംസ സർ. അതെ, ജോബ്. താങ്ക് യു പ്രീത മാം. യെസ്, ഓക്കെ. അങ്ങനെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയായിരുന്നു. നല്ല മാർക്ക് കിട്ടണം, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണം, ഗവൺമെന്റ് ജോലി, പിന്നെ സെറ്റിൽ ആവുക, ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ഫാമിലി. ഇതായിരുന്നു നമ്മളുടെ പാരന്റ്സ് കണ്ടിരുന്ന ഒരു റൂട്ട് മാപ്പ്. ആൻഡ് മോസ്റ്റ്ലി ദാറ്റ് വാസ് അവർ ഫ്യൂച്ചർ, അല്ലേ? ബട്ട് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരു വേൾഡിലേക്കാണ് ഇന്നത്തെ ജനറേഷൻ എൻ്റർ ചെയ്യാൻ പോകുന്നത്, അല്ലേ? ആ ഒരു അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്കറിയില്ല 5 years കഴിഞ്ഞ് എന്താ വരാൻ പോകുന്നതെന്ന്. അപ്പൊ ആ ഒരു ജനറേഷനിലേക്കാണ് നമ്മൾ നമ്മുടെ മക്കളെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ പണ്ട് നമുക്ക് ഫോണില് കീപാഡ് ഡയലിംഗ് ഫോൺ ആയിരുന്നു, അല്ലേ? അപ്പൊ നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ട് ആ ഒരു ഫോണിൽ നമുക്കൊരു ക്യാമറ സെറ്റപ്പ് ഉണ്ടാവും, നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റും, അല്ലെ മാപ്പ് വെച്ചിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് കുറെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ റീസെന്റ് നമ്മളിപ്പോ AI ആയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോ ആ വേൾഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഒരു 15 years 2041 എന്തായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺസർട്ടൺ. ഈ ഒരു അൺസർട്ടനിറ്റി അല്ലെ അൺപ്രഡിക്റ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് എല്ലാ ഫീൽഡിലും, ടെക്നോളജി ഫീൽഡ് മാത്രമല്ല, സോറി, IT ഫീൽഡ് മാത്രമല്ല, നമ്മളുടെ മെഡിക്കൽ ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, അഗ്രികൾച്ചറൽ ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ ഒരു നാളെ എന്താവും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് യു മേ ബി നോയിങ് ടെക്നോളജി, അല്ലേ? സോ ആ ടെക്നോളജിനെ കുറിച്ചായിരിക്കും നമ്മൾക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ടെക്നോളജിയിൽ നമ്മുടെ മക്കളുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ടെക്നോളജി ഒരു കരിയർ ഓപ്ഷൻ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ടെക്നോളജി ഉണ്ട്, അല്ലേ? അല്ലേ? റെസ്പോണ്ട് ചെയ്യാട്ടോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മക്കള് ഈ ഒരു ടെക്നോളജി വേൾഡിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ, നിങ്ങളുടെ അനിയത്തിമാര്, അനിയന്മാര്, ആരും ആയിക്കോട്ടെ, ഏതൊക്കെ ടെക്നോളജീസാ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? ഏതൊക്കെ? യു ക്യാൻ യൂസ് യുവർ ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ പറഞ്ഞാലും മതി. ഏതൊക്കെ ടെക്നോളജീസ് ആണ് അവർ ഫെമിലിയർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പൊ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്? AI ഒക്കെ വന്നിട്ടുണ്ട്. ഗെയിംസ്, വീഡിയോ ഗെയിംസ്, യൂട്യൂബ്, കുറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാണെങ്കിൽ സൂം യൂസ് ചെയ്യാറുണ്ട്, ആ കോഴ്സിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതുപോലെ ഗാഡ്ജറ്റ്സ്, അതെ, ഇൻസ്റ്റാഗ്രാം ഒക്കെ. മോസ്റ്റ്ലി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ ചുറ്റുമുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്നത്, അത് കൺസ്യൂം ചെയ്യാണ് ടെക്നോളജീസ്, അല്ലെ? അവരത് യൂസ് ചെയ്യാണ്. ആരോ ക്രിയേറ്റ് ചെയ്ത ടെക്നോളജി അവർ യൂസ് ചെയ്യാണ്. സോ ഇസ് ദാറ്റ് വാട്ട് വി വോണ്ട് ഫോർ അവർ നെക്സ്റ്റ് ജനറേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. സോ അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയല്ല. യൂസ് ചെയ്യുന്നത് കറന്റ്ലി നൗ വി ആർ യൂസിങ് ടെക്നോളജി. ഈ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്, അല്ലെ? ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. ബട്ട് ഫ്യൂച്ചറിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടി ടെക്നോളജി യൂസ് മാത്രം ചെയ്യുന്നതിനേക്കാൾ ഉപരി ദർ ഇസ് സംതിങ് മോർ വി വാണ്ട്, അല്ലെ? ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 2 കുട്ടികൾക്ക് ടാബ് കൊടുത്തു നമ്മൾ. ഒരു കുട്ടി വീഡിയോ ഗെയിം കളിക്കുകയാണ്, കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും അടുത്ത ഗെയിം കളിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ കുട്ടിയും ഗെയിം കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചിന്തിക്കുകയാണ്, ഞാനിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഈ ടാബിന് ഇത് മനസ്സിലായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള ക്യാരക്ടേഴ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്,
അല്ലെങ്കിൽ ഒരു കോള് വരികയാണെങ്കിൽ ഈ നമ്പർ എങ്ങനെ എൻ്റെ ഫാദറിന്റെ ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ദർ ഇസ് സംതിങ് ഡിഫറെന്റ് ഹാപ്പനിങ് ഇൻസൈഡ് ദാറ്റ് കിഡ്. സെയിം ടെക്നോളജി സെയിം തന്നെയാണ് അവിടെ യൂസ് ആയിരിക്കുന്നത്, ടാബ് ഗെയിം തന്നെയാണ്. പക്ഷേ ദ തോട്ട് പ്രോസസ്സിലും ആ കുട്ടിയുടെ ആ ഒരു ടെക്നോളജി ആയിട്ടുള്ള റിലേഷൻ അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നതാണ്. അവിടെ യൂസർ ആയിരുന്ന ഒരു കുട്ടി അവിടെ യൂസറിൽ നിന്ന് വേറെ ആർക്കെങ്കിലും അത് ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരു മോഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുന്നതാണ് യൂസർ ടു ക്രിയേറ്റർ മോഡ്. ഇപ്പൊ ക്രിയേറ്റർ എന്നൊക്കെയാണ് നമുക്ക് ടെക്നോളജി മാത്രമല്ല, നമ്മൾ ഇപ്പൊ ഒരു കുട്ടി പെയിന്റ് ചെയ്യുന്നതും ദാറ്റ് ഇസ് ഓൾസോ എ ക്രിയേഷൻ അല്ലെ? അല്ലെങ്കിൽ ക്രോഷെ, ഇപ്പൊ ക്രോഷെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ഓൾസോ എ ക്രിയേഷൻ. അപ്പോൾ അല്ലെങ്കിൽ ലീഗോ വെച്ചിട്ട് മോഡൽസ് ഉണ്ടാക്കുന്നുണ്ട്, അതും ക്രിയേഷൻ തന്നെയാണ്. അപ്പോൾ ക്രിയേഷൻ കുട്ടികളിൽ ഉള്ളൊരു ഫാക്ടറാണ്. എല്ലാ കുട്ടികളും നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാക്ടറാണ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇൻബിൽഡ് ഒരു കഴിവാണ് ക്രിയേഷൻ. അത് നറിഷ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. നമ്മുടെ ചെറുപ്പത്തിലെ മേ ബി ആ ക്രിയേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും, ബട്ട് മേ ബി അത് നറിഷ് ചെയ്യാണ്ട് അത് സൈഡായി പോയി. മേ ബി ഇൻ അവർ 30s and 40s വി ആർ നറിഷിങ് ഇറ്റ് ബാക്ക്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് നമ്മൾ ഇത്രയും അവയർനെസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ മക്കൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു സെൽഫ് എബിലിറ്റി നമ്മളത് നർച്ചർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ അവിടെ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ വി ആർ യൂസിങ് ടെക്നോളജി ആസ് എ ടൂൾ ടു നറിഷ് ദെയർ ക്രിയേറ്റിവിറ്റി അല്ലെ? അവിടെ നമ്മൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ടു ക്രിയേറ്റ് സംതിങ് വിത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ റോബോട്ടിക്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് റോബോട്ടിക്സ്, അതായത് എന്തുകൊണ്ട് റോബോട്ടിക്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫിസിക്കൽ കമ്പ്യൂട്ടിങ്. ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഫിസിക്കൽ മീൻസ് സംതിങ് വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ അല്ലേ? അതിൽ കുറച്ചും കൂടി ടെക്നോളജി ഇടുവാണെങ്കിൽ ഇറ്റ്സ് എ ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ്, ഇറ്റ് ബിക്കംസ് എ റോബോട്ടിക് സിസ്റ്റം. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ബിക്കോസ് അവര് കുട്ടികൾ തന്നെയാണ്. നമുക്ക് അവരുടെ ആ ഒരു ക്യൂട്ട്നെസ്സും അവരുടെ ആ ഇന്നസെൻസും നമ്മൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് വേണം. അപ്പോൾ അവരുടെ ഒരു ഐഡിയ നമ്മൾക്ക് അവരുടെ ടച്ച് ആൻഡ് ഫീൽ ആയിട്ട് ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് സംതിങ് ഇൻസൈഡ് ദം ചേഞ്ച്. അവരുടെ എക്സൈറ്റ്മെന്റും അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ മോർ ആൻഡ് മോർ ഇംപ്രൂവ് ആയി വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാരന്റ് നോക്കുമ്പോൾ കുട്ടികളുടെ റൂം ഇരുണ്ടിരിക്കുകയാണ്, കുട്ടികളുടെ ഒച്ചയും കാണുന്നില്ല. അപ്പൊ ആ അമ്മ റൂമിലേക്ക് പോകുമ്പോഴത്തേനും ലൈറ്റ് പെട്ടെന്ന് ഓൺ ആവുകയാണ്. അപ്പൊ കുട്ടികൾ ഈ നമ്മുടെ പ്രോജക്റ്റ് വർക്കായി എന്നും പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പൊ പാരന്റ് ആണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. സോ അവിടെ എന്താ സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും സെൻസറി ആയിരിക്കോ? ആ, താങ്ക് യു മാൻ, കറക്റ്റ് ആണ്. അവിടെ മോഷൻ സെൻസർ ആണ് യൂസ് ചെയ്തത്. കുട്ടികൾ ഒളിച്ചിരിക്കായിരുന്നു, അമ്മയുടെ മോഷൻ ഡിറ്റക്ട് ചെയ്ത് ലൈറ്റ് ഓൺ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ആ പാരന്റ് ഓക്കെ പ്രൗഡാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ളത്. ബട്ട് ആ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് അച്ചീവ് സംതിങ് മോർ. നമ്മുടെ പാരന്റ്സ് പ്രൗഡ് ആവുകയാണ്, അവരുടെ ഒരു ഐഡിയ ഒരു ക്രിയേഷനായി നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ ഇന്ററാക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഫ്ലെക്സ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ക്രിയേഷൻ എല്ലാവരുടെയും മുന്നിൽ ഫ്ലെക്സ് ചെയ്യാൻ, അതായത് വീഡിയോ എടുത്തിട്ട് പബ്ലിക്കലി ഇടുന്നതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോ. സോ ഇതൊക്കെ ആ കുട്ടികളുടെ ഇൻസൈഡ് ആ ഒരു ഹ്യൂമൻ ക്വാളിറ്റി തന്നെ എക്സൈറ്റ്മെന്റും കൊണ്ട് അവരുടെ ആ ഒരു സ്കില്ല് നമ്മളത് ചിലര് ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും മോട്ടിവേറ്റ് ചെയ്ത് പോകുള്ളൂ അല്ലെ? സോ ഈ ഒരു ഹ്യൂമൻ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് വിൽ ബി നറിഷ്ഡ് വെൻ ദിസ് ക്രിയേഷൻ ഹാപ്പൻസ് ഇൻ ദിസ് കിഡ്സ്. ഇപ്പോൾ നമ്മളുടെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ, കുറെ സ്കിൽസ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറെയൊക്കെ ടെക്നോളജി ആയിട്ട് റീപ്ലേസ് ആയി വരുന്നുണ്ട്. ലൈക്ക് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഹിസ്റ്ററിയിൽ 1927 ദിസ് കിങ് വോൺ ദാറ്റ് ബാറ്റിൽ എന്നൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്ത് പഠിക്കുമായിരുന്നു. ഹിസ്റ്ററി പഠിക്കുന്ന ഒരാൾക്ക് ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റായി വാട്സാപ്പിൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ അതൊന്നും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട കാര്യം ഇനിയില്ല. അതുപോലെ തന്നെ
പണ്ടൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പൊ ആ ഒരു കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ എഫേർട്ട് ഇടുന്നതൊക്കെ റെഡ്യൂസ് ആയി വരുന്നു. കുറെ സ്കില്ലുകൾ, കുറെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ മെയിൻറ്റെയിൻ ആവുന്ന കുറച്ച് സ്കിൽസ് ഉണ്ട്. അത് ആകെ നമ്മൾക്ക് ഹ്യൂമൻസിന് മാത്രമുള്ള കുറച്ച് സ്കിൽസ് ആണ്. അവിടെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് വരുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നത്, ലോജിക്കൽ അനാലിസിസ് വരുന്നത്, അല്ലെ പ്രോബ്ലം സോൾവിങ് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ക്രിയേറ്റീവ് തിങ്കിങ്. ഈ റോബോട്ടിക്സ് വെച്ചിട്ടാകുമ്പോൾ വാട്ട് ക്യാൻ ഐ ക്രിയേറ്റ് എന്നുള്ളൊരു മോഡ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. അത് ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ എന്താ പറയാ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 കുട്ടികൾക്ക് സെയിം കോമ്പണൻസ് കൊടുക്കാന്ന് വിചാരിക്കേ, നമുക്ക് എന്താ തോന്നുന്നത്? എല്ലാവരും സെയിം ഐഡിയാസ് പറയോ അതോ ഡിഫറെന്റ് ആയിരിക്കോ പറയാ? ഡിഫറെന്റ് ആയിരിക്കും അല്ലേ പറയാ? അതെ. ഇപ്പൊ അറിയാണ്ട് ഒരാള് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പൊ ഇയാള് പറഞ്ഞത് സ്മാർട്ട് ഡസ്റ്റ്ബിൻ ആന്ന് വിചാരിക്കും. അപ്പൊ ഞാനും ഉദ്ദേശിച്ച സ്മാർട്ട് ഡസ്റ്റ്ബിൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ആ ഐഡിയ മാറ്റും. എന്നിട്ട് എനിക്ക് അവൻ പറഞ്ഞതല്ല പറയണ്ടേ എന്നുള്ള രീതിയിൽ അവര് വീണ്ടും വേറെ ടോപ്പിക് അപ്പൊ തന്നെ തലയിൽ ആലോചിച്ചെടുക്കും. അതാണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി പവർ. അത് നമ്മൾ എന്തായാലും ആ ഒരു കഴിവിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ ഈസ് ലോജിക്കൽ ഓർ സ്ട്രക്ചറൽ തിങ്കിങ്. അതായത് ഇപ്പൊ നമ്മൾ കമ്പോണൻസ് കൊടുത്തു, അതിനെ ഓർഡറിൽ കണക്ട് ചെയ്യണം, അതിന് പ്രോഗ്രാം ചെയ്യണം, എന്നാലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സ്ട്രക്ചറൽ തിങ്കിങ് അവരിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആക്കുകയാണ്. ആദ്യമേ തന്നെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ബൾബ് കത്തുന്ന പറഞ്ഞാൽ നോ, വിൽ ഹാവ് ടു കണക്ട് ഓൾ ദീസ് തിങ്സ്. അതിനൊരു ഓർഡർ ഉണ്ട്, ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യണമെന്നൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു റോബോട്ടിക്സിലൂടെ. പിന്നെ നമുക്കുള്ളതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. ഇപ്പൊ എല്ലാം കണക്ട് ചെയ്തു, എല്ലാ കോഡും എഴുതി, ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കണക്ഷൻ ചെക്ക് ചെയ്യും, എന്തെങ്കിലും ലൂസ് ആണോ, ബാറ്ററി വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കും. അപ്പൊ അവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എണീക്കാണ്. അതായത് ബാറ്ററിക്കാണോ പ്രശ്നം നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് വെരിഫൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഓരോന്നായിട്ട് അവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എവിടെയാ വരുന്നത്? ഒരു പ്രോബ്ലം വന്നു, ഇപ്പൊ ബാറ്ററി വർക്ക് ആവുന്നില്ല വിചാരിക്കും. അപ്പൊ ഒരു ബാറ്ററി വർക്ക് ആവുന്നില്ല എന്ന് നോക്കുമ്പോ തന്നെ കുറെ ചെക്ക് ലിസ്റ്റ് അവരുടെ ബ്രെയിനിൽ തന്നെ അവർ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ബാറ്ററി വർക്ക് ആവുന്നുണ്ട്, ഇനി പോസിറ്റീവ് നെഗറ്റീവ് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അവരുടെ. ഇനിയിപ്പോ വോൾട്ട് പ്രോപ്പർ ആണോ ഈ LED കത്താനുള്ളത്, 3 വോൾട്ട് വേണോ, 1.5 വോൾട്ട് ആണോ, അതൊക്കെ അവര് ഈ ഒരു ചെക്കിങ്ങിൽ തന്നെ നടക്കുന്നുണ്ട്. അവിടെയാണ് നോർമൽ തിങ്കിങ് അല്ല, അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ആ ഒരു ബാറ്ററിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള തിങ്കിങ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ അഗെയിൻ ഫെയിലിയേഴ്സ്. ഇപ്പൊ പ്രോഗ്രാമേഴ്സിന് ഫെയിലിയർ ഇസ് നോട്ട് എ ഫെയിലിയർ ഇസ് ആൻ ഇൻഫർമേഷൻ എന്നാ പറയാ. നമ്മൾ എപ്പോഴും ഒരു ഫെയിലിയർ ആണെങ്കിൽ അവിടുത്തെ പ്രശ്നം നോക്കിയാൽ മതി. നമ്മൾ എപ്പോഴും കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നടുത്ത് പ്രശ്നമുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു അറ്റ്ലീസ്റ്റ് എക്സാക്ട്ലി അവിടെ പോയിന്റ് ഔട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ഇന്നൊരു മോഡ്യൂളിലാണ് പ്രോബ്ലം എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവും. പ്രോഗ്രാം എഴുതി വരും. അപ്പോൾ നമുക്ക് പതിയെ നമുക്ക് ഡീബഗ് ചെയ്യാനുള്ള, ഡീബഗ് മീൻസ് എവിടെയാണ് പ്രോബ്ലം വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഡെവലപ്പായി വരികയാണ്. പിന്നെയാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇപ്പൊ ഒരു സെൻസർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്തു, ഇപ്പൊ 2 സ്ലോട്ട് ബാക്കി ഇരിപ്പുണ്ട്, പിന്നെ എനിക്ക് ഒരു സെൻസറും കൂടെ കണക്ട് ചെയ്ത് വേറൊരു സിസ്റ്റം ഉണ്ടാക്കി കൂടെ, അങ്ങനെ അവരുടെ ആ ഒരു കീപ്പ് ഓൺ ട്രൈയിങ് എന്നുള്ളൊരു മോഡിലേക്ക് നമ്മൾക്ക് അവരുടെ ആ ഒരു എബിലിറ്റീസ് ഒക്കെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ നമ്മൾ ഇതൊന്നും പഠിക്കാണ്ട് ഈ സ്കിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ഇതൊക്കെ കുട്ടികൾക്ക് നോർമലി ഉള്ളിലുള്ളതല്ലേ. നമ്മളൊന്നും ആരും ടെക്നോളജി പഠിച്ചിട്ടല്ലേ ഈ സ്കിൽസ് ഒക്കെ. അപ്പൊ വേണമെങ്കിൽ നമുക്കൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കാം, നമ്മൾ എങ്ങനെയാ ഈ സ്കിൽസ് പഠിച്ചതെന്ന്. പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? എക്സാമിന് മാർക്ക് കുറയുന്നു, അല്ലെങ്കിൽ ഒരു സൈക്കിൾ വേണം. ഇതൊക്കെ നമ്മൾക്കൊരു പ്രോബ്ലമായി വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത്? പേടിച്ച് വിറച്ച് പാരന്റ്സിനോട് പറയുന്നു. ചിലപ്പോൾ പാരന്റ്സ് വാങ്ങിത്തരും, ചിലപ്പോൾ പാരന്റ്സ് വാങ്ങി തന്നില്ലെങ്കിൽ കൂടി 2 ദിവസം അതിന്റെ ഷൗട്ടിങ്ങും ഫയറിങ്ങും, നമ്മുടെ മാർക്ക് പഴയത് എത്രയായിരുന്നു, ഇനിയാണോ നിനക്ക്
അല്ലേ? ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ബട്ട് എ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്കില്ലൊക്കെ പഠിച്ചിട്ടുള്ളത്. ഫെയിലിയർ അല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. ലൈക്ക് നമ്മളിപ്പോ നമ്മുടെ 30s-ലോ 40s-ലൊക്കെ ആ ഒരു പഠിത്തത്തിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഇപ്പൊ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രോമാസ് ആയാലും എല്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ ലൈഫ് സ്കില്ല് കൊടുക്കുന്നുണ്ട്, ബട്ട് വിത്ത് ദാറ്റ് മച്ച് കാംനെസ്, വിത്ത് മോർ ഫൺ ആൻഡ് വിത്ത് നോ പ്രഷർ ഓഫ് എക്സാം ഓർ എനിത്തിങ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാനുള്ളത്, ഇവിടെ പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു സ്കില്ല് എല്ലാവരും മക്കൾക്ക് കൊടുക്കണം എന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പാരന്റ് റോബോട്ടിക്സ് മക്കളെ പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് മോനോട് പറയാണ്, ഞാൻ നിന്നെ റോബോട്ടിക്സ് പഠിപ്പിക്കട്ടെ എന്ന്, എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാല്, അവര് ഒരു 2 years ആയിട്ട് ആ കുട്ടി കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. 2-3 ബെൽറ്റ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു കോമ്പറ്റീഷന് പോയപ്പോ ആ കുട്ടിക്ക് പ്രൈസ് കിട്ടിയില്ല. അപ്പോ ആ അമ്മ അറിയാണ്ട് പറഞ്ഞു പോയി, നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് പഠിക്കുന്ന എനിക്കൊരു പ്രൈസ് പോലും കിട്ടില്ലല്ലോ എന്ന് അറിയാണ്ട് പറഞ്ഞു പോയി. പിന്നെ ഒരു 2-3 months കഴിഞ്ഞിട്ട് ഈ അമ്മ ചോദിക്കണം, നിനക്ക് ഇത് ഇഷ്ടമാണ്, നിന്നത് പഠിപ്പിക്കട്ടെ എന്ന്. അപ്പൊ അവൻ പറഞ്ഞു, വേണ്ട, ഇനിയിപ്പൊ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അമ്മ ഇങ്ങനെ പറയില്ലേ എന്ന് പറഞ്ഞു. ലൈക്ക് പഠിച്ചില്ല, ആ കോഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ലെങ്കിൽ പോലും അവന് ഫിയർ ആണ്, ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തില്ലെങ്കിൽ എന്റെ പാരന്റ്സിനെ ഷൗട്ട് ചെയ്യില്ലേന്ന്. സോ ഈ ഒരു റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ സ്കില്ല് എന്ന് പറഞ്ഞത് നമ്മളുടെ മെയിൻ ഫോക്കസ് അവരെ പ്രഷറൈസ് ചെയ്യിക്കാനുള്ളതല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റീന് നമ്മൾക്ക് എന്തായാലും ഈ ഒരു അത്രയും പ്രഷർ കൊടുക്കാണ്ടാവുമ്പോൾ അവർ നോർമലി നർഷ് ആയിക്കോളും. ഇനി ഓവർ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും അറിയുന്ന ടെക്നോളജി അറിയുകയാണെങ്കിൽ ദേ വിൽ ഡു ബെറ്റർ ഇൻ ദർ ലൈഫ് എന്നുള്ളത് നമുക്ക് എന്താ പറയാ, ഒരു അൺഡൗട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ കുറെ പേർക്ക് പ്രോഗ്രാമിംഗ്, അതായത് അവരുടെ ലക്ഷ്യം ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ആയിരിക്കില്ല, IT ഫീൽഡേ ആയിരിക്കില്ല. അപ്പൊ അവരെന്തിനാ റോബോട്ടിക്സ് പഠിക്കണേന്നൊരു ക്വസ്റ്റ്യൻ വരും. അതായത് ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് എടുക്കാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ അവരെന്തിനാണ് റോബോട്ടിക്സ് പഠിക്കണേ? ബട്ട് ദ ഫാക്ട് നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ആരെങ്കിലും മാത്തമാറ്റീഷ്യൻ ആവാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? അല്ല. നമ്മൾ മാത്സ് ഇസ് എ ഫൗണ്ടേഷണൽ സബ്ജക്ട്. പക്ഷേ ഇന്നത്തെ നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ടെക്നോളജി ലിറ്ററസി എന്ന് പറയുന്നത് അത് ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ആയിട്ട് വരികയാണ്. അപ്പൊ അവിടെ എന്തായാലും ടെക്നോളജിയുടെ കംപ്ലീറ്റ് അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് ബേസിക് അറിഞ്ഞിരിക്കണം, അല്ലെ? അതായത് ഒരു ബയോമെഡിക്കൽ, ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു PhD പേപ്പറാണ്. അതായത് ഒരു ഇൻസെക്റ്റിന്റെ ഉള്ളിൽ ടെക്നോളജി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഇൻസെക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിലും അതിന്റെ വൈറ്റൽസ് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ്, ബ്ലഡിന്റെ ക്വാളിറ്റി മീൻസ് വാല്യൂസ് ഒക്കെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മേ ബി അത് ഹ്യൂമനിലേക്ക് വന്ന് നമ്മൾ നാളെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി സംതിങ് ലൈക്ക് ദാറ്റ് മേ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. എനിക്ക് മെഡിക്കൽ ഫീൽഡ് അത് അറിയില്ല, ബട്ട് സംതിങ്. അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആയിട്ട് ഇപ്പൊ കമ്പൈൻ ആവുന്നുണ്ട്. അതായത് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കുറേ റിപ്പോർട്ട്സ്, ഡോക്യുമെന്റ്സ് ഉണ്ടാവില്ലേ, ഇൻവെസ്റ്റിഗേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ക്ലൗഡിലേക്ക് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഇൻ ഫ്യൂച്ചർ ഇറ്റ് ക്യാൻ പ്രഡിക്ട് സർട്ടൻ തിങ്സ്. 100% പ്രഡിക്ഷൻ അല്ലായിരിക്കും മോസ്റ്റ്ലി എല്ലാം, ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ പ്രഡിക്ട് വിത്തിൻ 1 hour or 2 hour. അതൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഡാറ്റാ സയൻസിന്റെ പ്രോജക്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു സീസ്മിക് പ്രഡിക്ഷൻ പ്രോജക്റ്റാണ് ചെയ്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രഡിക്ഷൻ. അതായത് എനിക്ക് ജിയോഗ്രഫിനെ പറ്റി ഒന്നും അറിയില്ല, എനിക്ക് ഡാറ്റ കിട്ടി, ഏതോ ഒരു ജിയോളജിസ്റ്റിന്റെ ഏതോ ഒരു കളക്ഷനിലുള്ള ഡാറ്റ, 2-3 എക്സൽ ഫയൽസ് ഉണ്ട്, ലക്ഷത്തോളം ഡാറ്റാസ് ഉണ്ട് ആ എക്സൽ ഫയലിൽ. നമ്മളത് അൽഗോരിതത്തിലേക്ക് ഇടുന്നു, നമുക്കൊരു പ്രഡിക്ഷൻ കിട്ടുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റും, ആ ഒരു മോഡലിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റും, ഇന്ന ദിവസം ഇന്ന ഏരിയയിൽ എത്രയായിരിക്കും മാഗ്നിറ്റ്യൂഡ്,
ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണല്ലോ എർത്ത് ക്വേക്കിന്റെ ഇത് പറയാ. അപ്പോൾ നല്ല എർത്ത് ക്വേക്ക് ഉണ്ടാവോ ഇല്ലയോ സത്യമായിട്ട് നടക്കണം എന്നല്ല, ബട്ട് ആ ഒരു പ്രഡിക്ഷൻ ഒരു 90% ഒക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി നടക്കാൻ ചാൻസ് ഉണ്ട്. സോ അവിടെയാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. ഇപ്പൊ ജോഗ്രഫി അറിയുന്ന ഒരാൾ, ഈ ഒരു എർത്ത് ക്വേക്കിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഡാറ്റ അനാലിസിസ് കഴിവ് ഓൾറെഡി, ഐ മീൻ ആ ഒരു സ്കില്ല് ഓൾറെഡി അറിയാമെങ്കിൽ അയാളുടെ സ്റ്റാൻഡ് എവിടെയായിരിക്കും? നോർമലി ജോഗ്രഫി മാത്രം, അതായത് ഈ ഒരു ഇത് സ്റ്റഡി ചെയ്യുന്ന ആളുടെ ഒരു ക്വാളിഫിക്കേഷൻ എവിടെയായിരിക്കും? രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MBBSന് പോവാണ് നമ്മൾ, IT ഫീൽഡ് പിടിക്കുന്നില്ല, MBBSന് പോവാണ് 2 കുട്ടികൾ. ഒരു കുട്ടിക്ക് ടെക്നോളജി ഒന്നും അറിയില്ല, നോർമൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോവാണ്. വേറൊരു കുട്ടിക്ക് ടെക്നോളജി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിയാം, കംപ്ലീറ്റ് അറിയാമെന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാം, സെൻസേഴ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാം. ഒരു 2nd ഇയർ 3rd ഇയർ ആകുമ്പോഴത്തേനും ഏതോ ഒരു ക്ലാസ്സിൽ പറയാണ് നമ്മുടെ ബ്രീത്തിന്റെ ഏതോ ഒരു ഫാക്ടർ വെച്ചിട്ട് ഇൻസുലിൻ, ഞാൻ ജസ്റ്റ് പറയാണ്, എനിക്ക് മെഡിസിൻ അറിയില്ല, അപ്പോൾ ഇൻസുലിന്റെ നമുക്ക് കൗണ്ട് കാണാൻ പറ്റുവാണെങ്കിൽ ആ കുട്ടിയുടെ തലയിൽ ബൾബ് കത്തും. എനിക്കിത് അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഐ ക്യാൻ ഫൈൻഡ് സംതിങ് ഓർ ക്രിയേറ്റ് സംതിങ് എന്നുള്ളത്. ഈ ബൾബ് കത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്നോളജി അറിയുന്നവർക്ക് വേഗം കത്തും. ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ ഒരു 10-15 ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുകുട്ടി, ഒരു 12 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ആ കുട്ടി ഇങ്ങനെ, നമ്മൾ വേറെ ഏതോ ടോപ്പിക് പറയാണ്, ആ കുട്ടി ചോദിക്കുകയാണ്, മാം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഹാൻഡ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഡോറ് ഓട്ടോമൈസ് ചെയ്തുകൂടെയും ചോദിക്കുക. അപ്പൊ ഞാൻ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പറ്റും എന്ന് പറഞ്ഞതോടുകൂടി അപ്പുറത്തുനിന്ന് പാരന്റ്സ് ഓടി വന്നിട്ട്, മീൻസ് അമ്മ ഓടി വന്നിട്ട് പറയാ, ഇതിപ്പോ എവിടേക്കാ പോകുന്നേ, ചിന്തിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പാരന്റ്സിന്റെ ആ പറച്ചിലൊരു ഹാപ്പിനെസ് ഉണ്ട്, ആ കുട്ടിയുടെ ആ ഒരു ഗ്രോത്ത് കണ്ടിട്ട്. ആ കുട്ടിക്ക് ടെക്നോളജി ഇനി ഒരു ഫിയർ അല്ല, ഒരു ഫിംഗർ പ്രിന്റ് ആയിക്കോട്ടെ, ഒരു ഹാൻഡ് സെൻസർ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടും. നമുക്ക് അത്രയും മതി അല്ലെ? നമ്മൾ ബാക്കി അവരുടെ ഫീൽഡിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദെയർ അച്ചീവ്മെന്റ്. അപ്പൊ പാരന്റ്സിന്റെ റോൾ എന്താ? എല്ലാവരും IT ഫീൽഡിൽ പാരന്റ്സ് ആവണം എന്നില്ല ഇതൊന്നും അറിഞ്ഞിരിക്കാൻ. ഇനി ഈവൻ ഇഫ് റോബോട്ടിക്സ് ഒക്കെ ഒന്നും അറിയില്ല കൂടി നമ്മൾ ഈ ലൈഫ് സ്കില്ലൊക്കെ എന്തായാലും നറിഷ് ചെയ്യാനുള്ളത് മാക്സിമം നോക്കുക. അതായത് ക്യൂരിയോസിറ്റി സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, അവരുടെ ക്രിയേറ്റിവിറ്റീനെ എവറി ടൈം അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഒരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ, ഒരു ടോയ് കാർ പൊട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ വാങ്ങിക്കൊടുക്കണതിന് പകരം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അതൊന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ, ഈവൻ ഇഫ് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ കൂടി അവർക്ക് മനസ്സിലാവും, ഇങ്ങനെ പല പല സാധനങ്ങൾക്ക് പല പല ഫങ്ഷൻ ഉണ്ട് അല്ലേ. ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മളൊരു എന്തൊക്കെയോ നമുക്ക് അവരുടെ ഉള്ളിൽ നല്ലത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ടീച്ചിങ് റോബോട്ടിക്സിനേക്കാളും അപ്പുറം ഇന്ന് നമ്മൾ അവരെ റോബോട്ടിക്സ് പഠിപ്പിക്കുകയാണ്. അവർ റോബോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി നാളെ അവരൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കും. മേ ബി മറ്റന്നാള് അവര് എന്തെങ്കിലും നമുക്ക് അറിയാത്തൊരു സാധനം കണ്ടുപിടിക്കുമായിരിക്കും അല്ലെ? അപ്പോൾ ഈ ടെക്നോളജി അറിയാത്ത കുട്ടികൾക്ക്, അതായത് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് റോബോട്ടിക്സ് ഇപ്പൊ വേറൊരു ഇത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തുകൊണ്ട് പഠിപ്പിച്ചുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയിലേക്ക് IT ഫീൽഡിലേക്ക് പോവാത്ത ആൾക്കാർ എന്തിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണം അല്ലെ? അതൊരു ക്വസ്റ്റ്യൻ ആണ്, അവർക്ക് അത്രയും സ്ട്രെസ്ഫുൾ ആവും വീണ്ടും. അപ്പൊ അതുകൊണ്ടാണ് റോബോട്ടിക്സ് ആവുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലുള്ളവർക്കും ടെക്നോളജി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് 4 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം. പൈത്തൺ അറിയാം, C അറിയാം, CPP അറിയാം, ജാവ അറിയാം. അപ്പോ എനിക്കിപ്പോ ഒരു സ്ക്രീനിൽ ഹലോ എന്ന് കാണിക്കണം എന്നാണെങ്കിൽ, പൈത്തണിലാണെങ്കിൽ ഞാൻ പ്രിന്റ് എന്ന് കാണിക്കണം. പ്രിന്റ് എന്ന് വെച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ ഹലോ കാണിക്കും. പക്ഷെ സിയിലാണെങ്കിൽ പ്രിന്റ് F എന്ന് കൊടുക്കണം. അതാണ് അതിന്റെ റൂള്. പ്രിന്റിന്റെ കൂടെ F എന്ന് ഇട്ടിട്ട് ഹലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരും.
അല്ല ഇനിയിപ്പോ CPP-ലാണെങ്കിൽ C++ലാണെങ്കിൽ സി ഔട്ട് എന്ന് കാണിക്കണം. അതായത് സി കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ടിന് പകരം ഔട്ട്പുട്ട് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുകയാണല്ലോ. അപ്പൊ 3-ലും 3 റൂൾസ് ആണ്, 3 സ്പെല്ലിംഗ് ആണ്, 3 സിൻടാക്സ് ആണ്. അപ്പൊ ഇതൊക്കെ കുഞ്ഞു കുട്ടികൾ അറിഞ്ഞിരിക്കും. മീൻസ് ഓക്കെ IT ഫീൽഡിലുള്ളവരാണെങ്കിൽ ദേ വിൽ ലേൺ. സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ ദേ വിൽ ലേൺ. പക്ഷെ ബാക്കി ഫീൽഡിലുള്ളവർക്ക് ചുമ്മാ ഡിസ്പ്ലേ ചെയ്താൽ പോരെ. അപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ബാക്കിയുള്ള ഫീൽഡിലുള്ളവർക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് അതിന്റെ റൂൾസും അതിന്റെ ലോജിക് ഒക്കെ മനസ്സിലാക്കിയാൽ മതി. സോ പറഞ്ഞു വന്നത്, നമ്മളിത് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ആ ഒരു ഇന്നർ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത് നറിഷ് ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്യുന്നവർക്കാണോ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ അല്ല. നാളത്തെ ടെക്നോളജി എങ്ങനെയാണെന്ന് പഠിക്കാനുള്ള കോൺഫിഡൻസ്, പഠിക്കാനുള്ള ഒരു അവയർനെസ്, അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ഇതൊക്കെ ഉള്ള കുട്ടികൾക്കാണ് നാളത്തേക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈവൻ ഇഫ് നാളെ ഏത് ടെക്നോളജിയാന്ന് നമുക്ക് അറിയുക പോലും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ടെക്നോളജി അവർ ഫേസ് ചെയ്യണമെങ്കിൽ ഇന്നേ അവർ കോൺഫിഡൻ്റ് ആയിരിക്കണം, എന്ത് വന്നാലും ഞാൻ നേരിടാൻ റെഡിയാണെന്നുള്ളത്. സോ ദാറ്റ്സ് ഹൗ വി ബിൽഡ് ടുമോറോ, അല്ലേ? സോ ഐ ഹോപ്പ് you all understood what is the contribution of this technology for the future generation. Okay. Thank you. Thank you, ma'am. ഓക്കെ, ഗ്രേറ്റ്. നഹിത മാം, വളരെ സന്തോഷം. Thank you, sir. ഓക്കെ, അപ്പോ ഓവറോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ ഫീഡ്ബാക്ക്സ് പറയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമയം ഉപയോഗപ്പെടുത്താം. ഗുഡ് ഈവനിങ് നഹിത മാം. Good evening, sir. എൻ്റെ പേര് അബ്ദുൽ എന്നാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആണ്. മാമിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ എംബഡഡ് ക്ലാസ് ഒക്കെ ഓർമ്മ വന്നു കോളേജിലെ. ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ് കുട്ടികൾക്ക്. ഇപ്പം IoT സെൻസേഴ്സ് ഒക്കെയാണ്, വളരെ ചീപ്പാണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ സ്ക്രാച്ചും ബ്ലോക്കി ഒക്കെ പോലെയുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ മുമ്പൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ സിൻടാക്സ് എല്ലാം മാം പറഞ്ഞ പോലത്തെ സിൻടാക്സ് എല്ലാം ഓർത്തിരിക്കണം. ഇപ്പൊ എല്ലാം ചുമ്മാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ മോന് 7th പഠിക്കുന്നത്. അവന് ഒരു റെയിൻ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു സെൻസർ വാങ്ങിച്ചിട്ട് സ്ക്രാച്ചിൽ അവന് ഇതുപോലെ കോഡ് ചെയ്തിട്ട് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ലൈറ്റ് കത്തും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു അവർ സ്കൂളിൽ. അപ്പം എനിക്ക് തോന്നുന്നു 6th മുതലൊക്കെ തന്നെ ഇപ്പം റോബോട്ടിക്സും പ്രോഗ്രാമിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇവർ ഈ നോർമൽ അക്കാഡമിക്സിനേക്കാൾ ഇവര് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സംഭവത്തിലൊക്കെയാണ്. ഇപ്പം അത് അത്യാവശ്യമുണ്ട്. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ കാണാറില്ലേ നമ്മൾ, ഈ ചെറിയ കുട്ടികൾ ഒത്തിരി എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ചീപ്പായിട്ട് ഇപ്പൊ ഈ ചൈനയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് വളരെ ചീപ്പായിട്ട് സെൻസേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമുക്ക് ആമസോണിൽ കിട്ടും. ബട്ട് പ്രോബ്ലം ഇതാണ്, IT പാരന്റ്സിന്റെ മക്കൾ മാത്രം ഇത് ചെയ്തു പോകണം എന്നുള്ളൊരു അവസ്ഥയിലാവരുത്. അല്ല, ഞാനൊരു ഗൈഡൻസും കൊടുത്തിട്ടില്ല. അവന് സ്വന്തമായിട്ട് സ്കൂളിൽ നിന്ന് എല്ലാം പഠിച്ചുകൊണ്ട് വന്നതാണ്. അവന് ഈ സ്ക്രാച്ച് ഒക്കെ അവന് അറിയാന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഹലോ നഹിത മാം. ഹായ് മാം. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ മാം നല്ല ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ട്, ഞാൻ ആക്ച്വലി ഈ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഈ റോബോട്ടിക്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇത് കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ഏതാന്നുള്ളൊരു ഐഡിയ ഉണ്ടാവാറില്ലായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു നല്ല അവയർനെസ് മാം തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് മാം. നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് ഫേവർ ആയതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കേട്ടിരുന്നിട്ടും നല്ല സെഷൻ ആയിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ടുണ്ട് മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. ഇനി ഞാൻ പറയട്ടെ സാർ?
പറഞ്ഞോളൂ ജിഷ മാം പറയൂ. സ്നേഹിത മാമിന്റെ പേരൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണല്ലോ വിളിച്ചത് അല്ലേ? കുറെ നേരം എടുത്തിട്ടാണ് ഞാൻ ആ പേര് പഠിച്ചത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത് ആ പേര്. കറക്റ്റ് ആയിട്ട് തന്നെയാണ് വിളിച്ചത് കറക്റ്റ് ആണ്, തോന്നുന്നു അല്ലേ? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഇതുവരെ ആരും ഇത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇത്രയും correct ആയിട്ട് ലൈക്ക് വിളിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു ചോദിക്കും, ഇത് കറക്റ്റ് അല്ലേ ചോദിക്കും, ഇത് ആ കറക്റ്റ് രണ്ട് ആണ്. പേരും കൂടി ഒരുമിച്ച് പറയുമ്പോ മാച്ച് എങ്ങനെ നോക്കിയിട്ട് മാച്ച് ആവാനേ പറ്റും. എത്ര ഓർത്തിട്ടും കിട്ടണില്ലായിരുന്നു. നഹിദ മജീദ് കുറെ നേരം അതാണ് ഞാൻ പഠിക്കാൻ ബുദ്ധിമുട്ടിയത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞല്ലോ അല്ലെ? ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ, താങ്ക് യു. നല്ല നല്ല ക്ലാസ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ എനിക്ക് മച്ച്. എന്റെ കാരണം എന്തെങ്കിലും ഒരു കുറവുണ്ടായോ എന്നുള്ളൊരു പേടിയായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ സാർ. ഓക്കെ, ഗ്രേറ്റ്. ഇനി വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഓവറോൾ നല്ല സെഷൻ ആയിരുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കോഡിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ മാം ഇവിടെ പങ്കുവച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയോ അതിൽ നമ്മൾ കളിച്ചതുപോലെയോ നമ്മൾ പഠിച്ചതുപോലെയോ എന്നല്ല അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ അവരുടേതായിട്ടുള്ള ചിന്തകൾ, ക്യൂരിയോസിറ്റികൾ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ടും നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ വേവലാതിപ്പെടുന്നത്. പക്ഷെ കുട്ടികൾ അവിടെയൊന്നല്ല. കുട്ടികൾ കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവരെ മനസ്സിലാക്കാനും അവരെ തിരിച്ചറിയാനും അവരുടെ ചിന്തകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യാനും നമുക്ക് പറ്റുന്നിടത്താണ് നമുക്ക് മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുട്ടികളെ നമുക്ക് അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു 20 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കണം നമ്മുടെ കുട്ടികളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റേണ്ടത്. അപ്പൊ അത്തരത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിലേക്ക് ചില ചിന്തകളൊക്കെ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടോപ്പിക്കുകളുമായിട്ടൊക്കെ നഹിദ മാം വീണ്ടും വരിക. ഇതൊരു തുടക്കമാണ്. 25th ബാച്ചിൽ നിന്ന് പിന്നെ 1 hour സെഷനിലേക്ക് വന്ന് ഇനി ഒരുപാട് 1 hour സെഷനുകളിലൂടെ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്താനുണ്ട്. വേണു സാർ അത് പറയുന്നുണ്ടോ? അതെ, ഓക്കെ. നഹീദ ജി, യെസ് സർ. ഈ ടെക്നോളജിയുടെ ബേസിക് ആയിട്ടുള്ള അതുപോലും അറിയാനോ താല്പര്യമില്ലാത്തവരാണ് നല്ലൊരു ശതമാനം. ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞില്ല, നല്ലൊരു ശതമാനമാണ് മലയാളികൾ. അതും ഒരു 45 വയസ്സ് കഴിഞ്ഞോ എല്ലാം അറിയാമെന്നുള്ള ഭാവമായി. എല്ലാം അറിയാം, ഇനി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവര്, എൻ്റെ ഒരു ഫ്രണ്ട് ഈസ് എ ന്യൂറോളജിസ്റ്റ് ആണ്. വയസ്സിപ്പോൾ 70 കഴിഞ്ഞു. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ കൂടെ ഇത് അയച്ചു തരാം, നിങ്ങൾ ആദ്യമൊന്ന് ചെക്ക് ചെയ്യാമോ? ഞാൻ ഒരു CID ആണ് പുള്ളി പറയുന്നത്. അപ്പോഴും ഞാൻ ചെന്നു, CID കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് ഡോക്ടറാണ്. അങ്ങനെയുണ്ട്. അത് പറയുന്നതിൽ വലിയ വലിയ പൊങ്ങച്ചമാണ്. കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് ഡോക്ടർ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത്? വല്ലതുണ്ടെങ്കിൽ ഞാൻ പിള്ളേർക്ക് വല്ലതും ചോദിക്കാം, അവർ ചെയ്യും. സോ മെനി പീപ്പിൾ ദേ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്. ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇതും കൂടെ പറഞ്ഞ് നിർത്താം. തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ കഴിഞ്ഞ ഇലക്ഷനിൽ സംഭവിച്ചത്, ആ പഴഞ്ചൻ ലോങ് ടേം ആയിട്ട് അവിടെ നിൽക്കുന്ന പാർട്ടികൾ, ആ DMK ADMK, അവർ പഴയ അതിൽ തന്നെ മെത്തഡോളജി തന്നെ അവർ നിന്നു. അവർ TV കൂടെ ഉള്ള ചില ക്യാമ്പയിനിങ്, റോഡ് ഷോ, റാലി, എന്നിട്ട് 1000-2000 രൂപ കൊടുക്കുക, ബ്രൈബിംഗ് ദി വോട്ടേഴ്സ്, അതൊക്കെ പണ്ട് സക്സസ്ഫുൾ ആയിട്ട് നടന്നു. പക്ഷേ വിത്ത് ദി ചേഞ്ച് ഓഫ് ദിസ് വൺ, ദേ നെവർ തോട്ട് ദിസ് ആക്ടറായിട്ടുള്ള ഒരു വിജയ്, അയാൾ കയറി ഒരു 100-ലേറെ സീറ്റും കിട്ടി. അയാൾ മുഖ്യമന്ത്രിയാവുന്ന ഇവർ ഒട്ടും വിചാരിച്ചില്ല. കാര്യം എന്താണ്? ടെക്നോളജി. ഹി യൂസ് ദി സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, റീൽസ്. അധികം പബ്ലിക് റാലി ഒന്നും ചെയ്തിട്ടില്ല, റോഡ് ഷോ ഒന്നും ഇല്ല, അധികം ചെലവും വരുന്നില്ല. ഇത് യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി. നഗീതാജി, യു വിൽ അഗ്രി. മറ്റേത് ചെലവാകുന്നതിന്റെ ഒരു
100% മാത്രമേ ഇത് വരത്തുള്ളൂ. ആൻഡ് യു ക്യാൻ റീച്ച് അറ്റ് ദി സെയിം ടൈം മില്യൺസ് ഓഫ് പീപ്പിൾ. അത് തന്നെയാണ് ഇപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയും ചെയ്തത്. അവരും കൂടെ ചെയ്തതോടുകൂടി അവസാനം നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ അവസാനം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അർദ്ധരാത്രി 12 മണിക്ക് പുള്ളി ഒരു 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 സെൽഫി എടുത്ത് ഒരു ഇത് ഇടേണ്ടി വന്നു അർദ്ധരാത്രിയിൽ. കാര്യത്തിൽ മനസ്സിലായി ഈ ടെക്നോളജി ഇതിനെ യൂസ് ചെയ്യാൻ അറിഞ്ഞില്ല, അതിനെ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ദിസ് ഗോയിങ് ടു ബി എ ബിഗ് ബിഗ് ഹെഡേക്ക്. അതുകൊണ്ട് യെസ്, അത് സിമ്പിളായി കാണാണ്ടിരിക്കാന്നുള്ളതാണ് മാക്സിമം. അതെ അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം. ഇപ്പൊ നമ്മള് ബില്ല് ചെയ്യാൻ ഇപ്പൊ GPay ഒക്കെ ഓൾറെഡി എല്ലാരും പഠിച്ചു കഴിഞ്ഞു. പക്ഷെ റൈറ്റ്. വന്നപ്പോ എല്ലാരും റെസിസ്റ്റ് ചെയ്തായിരുന്നു, അതെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതേപോലെ ഇപ്പൊ പഠിക്കും. സർജറി ബീങ് എ മെഡിക്കൽ ഡോക്ടർ റോബോട്ടിക് സർജറിയാണ് ഇപ്പോഴും ഒരുപാട്. റോബോട്ടിക്കിൻ്റെയൊക്കെ ഈ പണ്ടൊക്കെ ഈ പ്രോസ്റ്റേറ്റ് സർജറിക്ക് 3-4 ചില 2-3 മണിക്കൂർ എടുക്കും. അതിൻ്റെ എല്ലാം ചില ഇപ്പൊ എല്ലാം റോബോട്ടിക് സർജറി അവിടെ. അപ്പൊ അത് ആദ്യമൊക്കെ പേടിച്ചിരുന്നു, എങ്ങനെ ശരിയാവുമോ റോബോട്ടിക് ഇതൊക്കെ എല്ലാം ഫിസിയോ ഒക്കെ ട്രയൽ. ചെയ്യുന്നുണ്ടല്ലോ റോബോട്ട്. ഏതാ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ റോബോട്ട് യൂസ് ചെയ്തിട്ട്. റൈറ്റ്. ഫിസിയോതെറാപ്പി എല്ലാത്തിലും മെഡിക്കൽ ഫീൽഡിലാണ് ഒരുപാട് കൂടുതൽ യൂസ് ഡ്രമാറ്റിക് ചെയ്യുന്നത്. റാഡിക്കൽ ചേഞ്ച് വന്നു. റാഡിക്കൽ ചേഞ്ച് വന്നു വെച്ചാൽ അതുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മിക്കവരുടെയും പ്രാക്ടീസ് എല്ലാം തന്നെ പൊളിഞ്ഞു പോകും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓക്കെ, വെരി ഗുഡ് ടോക്ക്. ഓക്കെ, അത് Thank ഈ you, sir. ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസിനെ അവരെ ഒന്ന് അഡ്രസ് ചെയ്ത് നഗീതാജി പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ അറിയൂ ഫിസിക്കലി എവിടെയാണ് ഞാൻ നാട്ടില്? UAE-ലാണ്. UAE-ൽ. ഓക്കെ, UAE-ൽ. ഓക്കെ, അവിടെയും മലയാളികളുണ്ട്. എന്നുവെച്ചാല് അവിടുത്തെ ഈ പറഞ്ഞ ഒരു 45 വയസ്സിന് മുകളിലുള്ളവരെ ഒന്ന് ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഒന്ന് ഇതിനെ ടെക്നോളജിയുമായിട്ട് ഇത് ചെയ്യാനായിട്ടുള്ളൊക്കെ സിമ്പിൾ ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ ദേ ബിക്കം ദി വിക്ടിം സൈബർ ഫ്രോഡ്. ഇപ്പോഴത്തെ സൈബർ ഫ്രോഡ് ഒരുപാട് ആപ്പ് എല്ലാം ഇതൊന്നും അറിയാതെ ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്യും. ആ ആപ്പെല്ലാം പിന്നെ ആപ്പായിട്ട് മാറും. ആപ്പാണ് ഇപ്പൊ ആപ്പടിക്കുന്നത് കേട്ടോ ഒരുപാട് പേര്. അപ്പോൾ അത് കാരണം അത് ഇവരറിയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എൻലൈറ്റൻ ചെയ്യാനായിട്ട് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് ദാറ്റ് വൺ. ഒരു മിഷൻ പോലെ എടുത്തിട്ട് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒരു ടോക്ക് എവിടെയെങ്കിലും ചെന്ന് 1 മണിക്കൂർ നേരത്തേക്ക് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഡൂയിങ് എ ഗ്രേറ്റ് സർവീസ് ഫോർ ദി കമ്മ്യൂണിറ്റി. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you, sir. Thank you so much. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു വേണു സർ. അപ്പോൾ സന്തോഷം. അപ്പോൾ നല്ലൊരു സെഷനായിട്ട് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള സെഷനുകൾ എടുക്കുക. നഹിദ മാമിന്റെ ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ അതന്നെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇനിയും നെക്സ്റ്റ് ടോപ്പിക് ഉടനെ തന്നെ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക. അടുത്ത പിന്നെ ട്രെയിനേഴ്സ് ടോക്കിന്റെ സ്ലോട്ടൊക്കെ അർച്ചന മാമിന്റെ കയ്യിൽ നിന്ന് മേടിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 hour ജേണി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ അതല്ല, നമുക്ക് നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ് ഒക്കെ മനോഹരമായിട്ട് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനുണ്ട്. അപ്പൊ അതിന് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്നത്തെ സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബാച്ച് 25-ൽ നിന്നുള്ള ആളുകളുണ്ട്, 26, 27 അങ്ങനെ തുടങ്ങി എല്ലാ ബാച്ചുകളിൽ നിന്നും, അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Okay, sir. Thank you so much. Thank ഈ you, ഒരു sir. ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന്. Yes, it ഓക്കെ means ഓക്കെ a Me lot. too, sir. Thank you so അതെ much. ഓക്കെ ഓക്കെ. താങ്ക് യു ജിഷ മാം. ജിഷ മാം വളരെ നന്നായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്തു, കൈകാര്യം ചെയ്തു. അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. Bye. Bye, Thank you. sir. Thank you, sir. Good night. ഗുഡ് നൈറ്റ്. Good night, sir.